അത് കണ്ടെത്താനും മുട്ടി തുറക്കാനും. ഒരു വലിയ അത്ഭുതകരമായ അവസ്ഥകളാണ് എനിക്കത് കണ്ടുണ്ടായത് മുഴുവൻ. എന്ത് പ്രശ്നമുണ്ടോ, ഇത് എൻ്റെ ഫാക്ടറിയിലെ കാര്യങ്ങളാണ്. കാരണം നിങ്ങളും ജോലി എന്ന് പറയണത് ഇവിടെ ഒരു സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള കാര്യമല്ലേ. ഒരു സൂചി തെറ്റിയാൽ പോയി. ഇന്നലെ ഞാൻ ധ്യാനിപ്പിച്ച സ്ഥലത്ത് അവിടെ ഒരു ചേച്ചി വന്ന് അവരുടെ ഭയങ്കര സഹനം, 2 കിഡ്നിയും ഫെയിലായി. അപ്പോൾ ഇപ്പോൾ എന്താ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ പറ്റി? എൻ്റെ ബ്രദറെ ഒന്നും പറയണ്ട, ഡോക്ടർ എന്തോ ഒരു ട്യൂബ് ഇട്ട് വെള്ളം എടുക്കാൻ വേണ്ടി ട്യൂബ് ഇടാൻ കുത്തിയതാണ്, കുത്തി തെറ്റിപ്പോയി, അവിടെ ഇവിടേക്ക് ഇട്ട് കുത്തി, ഒരു കിഡ്നിമ തെറ്റായിട്ട് കുത്തിയപ്പോൾ ആ കിഡ്നി പോയി. ആ കിഡ്നിയിൽ നല്ലായിരുന്നു എടുക്കേണ്ടിയിരുന്നത്. രണ്ടാമത്തെ കിഡ്നിയിലും കുത്തിയപ്പോൾ ഈ പരിഭ്രാന്തി കൊണ്ട് കുറെ കുത്തി, ആ കിഡ്നി പോയി. ഒന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ആധുനിക സംവിധാനങ്ങളും ഇത്രയും ടെക്നോളജിയും ഇത്രയും കഴിവുകളും എല്ലാം ഉണ്ടായിട്ടും ഒരു കൈപ്പിഴ പറ്റിയതാണ്, 2 കിഡ്നി പോയി. അത്രയ്ക്ക് റിസ്ക് ഫാക്ടറിലാണ് നമ്മുടെ ശുശ്രൂഷ ജീവിതം, അല്ലെ ജോലി കാര്യം തന്നെ. അപ്പം എനിക്ക് തോന്നി, ദൈവമേ, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒക്കെ വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇല്ലേ? ഒരു സൂചി തെറ്റിയാൽ പലതും സംഭവിക്കാം. അപ്പോൾ ഒന്ന് നമ്മളുടെ പ്രവർത്തന മേഖലകൾ, 2 നമ്മളുടെ കുടുംബ മേഖല, മക്കളുടെ കാര്യം. ഈ മക്കളെ എങ്ങനെ വളർത്തിയെടുക്കും ഈ സാഹചര്യത്തിൽ? നമുക്ക് എപ്പോഴും ഒരു ഉത്കണ്ഠയും ഭയവും തന്നെയാണ്. ശരിക്കും ഒരു ഭയമാണ്. ചില സമയത്ത് ഈ മക്കളുടെ ചില പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ദൈവമേ, ഇത് എൻ്റെ മകൻ തന്നെയാണോ? ഇത് ഞാനൊരു കുടുംബസ്ഥനാണ്, മക്കളും കുഞ്ഞുമക്കളും ഒക്കെ ഉള്ളതിൻ്റെ പേരിലാണ് ഞാനിത് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കൊരു 100% മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മളെക്കാൾ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പിതാവായ ദൈവമാണ് ഈ കുഞ്ഞുങ്ങളുടെ യഥാർത്ഥ പിതാവെന്നും ആ പിതാവ് ജ്ഞാനം നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ കാലഘട്ടം മുതൽ ഇങ്ങനെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത്ഭുതാവഹമായ ഒരു അനുഭവമായിരുന്നു എനിക്ക്. ഇന്ന് ജർമ്മനിയിലെല്ലാം ഞാൻ അധികം സമയവും ജർമ്മൻകാർക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളാണ് അധികം നടത്തുന്നത്. ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചില ധ്യാനങ്ങളെല്ലാം ഞാനിങ്ങനെ ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ അവർ അന്തം വിട്ടിങ്ങനെ എന്നെ നോക്കാണ്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ നോക്കണേ? അപ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ചോദിക്കും, നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചു? നീ എങ്ങനെ ഇതെല്ലാം പഠിച്ചു? കാരണം ഞാനൊരു തിയോളജിയോ ഒരു ബൈബിൾ കോളേജിലോ ഒന്നും പോയിട്ടില്ല. പിന്നെ ഇനി ഞാൻ ആ ടോപ്പിക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം, എങ്ങനെ ഇത് പഠിപ്പിക്കാൻ പറ്റും. ഇത് പഠിക്കുന്നതിൻ്റെ പ്രധാന വിഷയം ഇതാണ്: ജ്ഞാനത്തിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനത്തെ തുറക്കാൻ എല്ലാ ദിവസവും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, വെളുപ്പിന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. നമ്മൾ ഈശോയെ അനുകരിക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഈശോയെ അനുകരിക്കുന്നവരാണ് നമ്മൾ. ഈശോയെ അനുകരിക്കാൻ ഉള്ള വിളിയുള്ളവരാണ്. ഈശോ പറഞ്ഞു, എന്നെ അനുകരിക്കുക, ഫോളോ മീ. എന്ത് കാര്യത്തിൽ നമ്മൾ ഈശോയെ അനുകരിക്കണേ എന്ന് പറഞ്ഞ് ഷോക്കടിക്കണമായിട്ടുള്ള ചോദ്യമായി പോയില്ലേ? പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാര്യത്തിലും നമ്മൾ ഈശോയെ അനുകരിക്കില്ല. ഈശോ ഇവിടെയൊക്കെ വന്ന് ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? ശരിക്കും നോക്കുമ്പോൾ എന്ത് കാര്യത്തിലാണ് നമ്മൾ ഈശോയെ അനുകരിക്കുന്നത്? ഇത് നിങ്ങൾ വിഷമിപ്പിക്കാൻ പറയണതല്ല, ചിന്തിപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ ഞാനൊരു നല്ല ഒരു തുടക്കം തരാം. ഈശോയുടെ ബാല്യകാലം എങ്ങനെയായിരുന്നു? ഈശോയുടെ ബാല്യകാലം ലൂക്കാ സുവിശേഷകൻ മാത്രമാണ് ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് വിവരിച്ചിട്ടുള്ളൂ.
ലൂക്ക 2-ാം അധ്യായത്തിൽ 40 മുതൽ 52 വരെയുള്ള 13 വാക്യങ്ങളിൽ പറയുന്ന കാര്യം ഇതാണ്. ശിശു, ഒന്നെല്ലാവരും പറഞ്ഞേ, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ഒന്നെല്ലാവരും പറഞ്ഞേ, ശിശു വളർന്ന്, ശബ്ദമുയർത്തി, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ഇതായിരുന്നു ഈശോയുടെ ബാല്യകാലം. ഇനി ഈശോ കുറച്ചും കൂടി അങ്ങ് വളർന്ന് ഒരു കൗമാരപ്രായമായി. ലൂക്ക 2:46 അതേ പാരഗ്രാഫിൽ അവൻ 12 വയസ്സായപ്പോൾ ദേവാലയത്തിൽ വേദശാസ്ത്രികളുമായി ചേർന്നു. തർക്കിക്കുക എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഡിസ്കഷൻ, ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് അവിടെ തങ്ങി. സമയം പോയത് അറിഞ്ഞില്ല. അപ്പനും അമ്മയും അറിയാതെ അങ്ങ് പോയി. എന്നിട്ട് അടുത്ത വചനം പറയാണ്, അവനെ കേട്ടവർ അത്ഭുതപ്പെട്ടു. ഈ ബാലന്റെ ജ്ഞാനവും ബുദ്ധിയും കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അപ്പോൾ ബാല്യകാലം, കൗമാരപ്രായം. ഇതിനുശേഷം 52-ാമത്തെ വചനം, സെയിം പാരഗ്രാഫ്. അത് അവസാനിക്കുന്നത് എങ്ങനെയാ? അവൻ ജ്ഞാനത്തിലും കൃപയിലും മാതാപിതാക്കൾക്ക് അനുസരണയോടെ ജീവിച്ചു. ജ്ഞാനം. ഇനി 30 വയസ്സിലുള്ള കാലഘട്ടത്തെ നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ടല്ലോ, പരസ്യജീവിത കാലഘട്ടത്തിൽ. ആ പരസ്യജീവിത കാലഘട്ടത്തിൽ ഈശോയുടെ പ്രഭാഷണം കേട്ട ആളുകൾ എന്താ പറഞ്ഞത്? ഇവൻ നമ്മുടെ ആ കാർപ്പൻ്റർ ഔസേപ്പിന്റെ മോനല്ലേ, ഇവൻ ഇത്ര ജ്ഞാനം എങ്ങനെ കിട്ടി? അപ്പോൾ ഒരു നോക്കിയ 4 ലെവലിലെ ബാല്യകാലം, കൗമാരപ്രായം, യുവത്വം, അഡൾട്ട്. ഈ 4 സ്റ്റേജിലും ഗോസ്പൽ, സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിൻ്റെ ബയോഗ്രഫിയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഹി വാസ് എൻ എംബോഡിമെന്റ് ഓഫ് വിസ്ഡം. ജ്ഞാനമാണ്. ഇത് തന്നെയാണ് കൺഫേം ചെയ്യുന്നത് പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ. പ്രധാന എല്ലാ ലേഖനത്തിലും ആദ്യത്തെ 1, 2, 3 ചാപ്റ്റർ ഈശോയുടെ ജ്ഞാനത്തെക്കുറിച്ചായിരിക്കും. പിന്നെ കരുണ, കൃപ, രക്ഷ, ഇതൊക്കെ വരും എല്ലാ ലേഖനത്തിലും. 1 കൊറിന്ത്യസ് 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനം പറയുകയാണ്. 1 കൊറിന്ത്യസ് 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനത്തിൽ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെന്നാണ്. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞ് ഒരു കരമുയർത്തി, നമ്മുടെ, എല്ലാവരും ശബ്ദമുയർത്തി, നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെന്നാണ്. ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. താങ്ക് യു. ഞാൻ ഈ കൈയൊക്കെ പൊക്കൊന്ന് പറയാൻ പറയണതേ, ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഇച്ചിരി ഉറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാ, ഉറങ്ങാനല്ല, ഉറക്കമില്ലാതിരിക്കാൻ. ഈ വചനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കിയിരിക്കുന്നു. ഗാഡ് മെയ്ഡ് ഹിം വിസ്ഡം ഫോർ us. ഇതൊക്കെ നമ്മുടെ പ്രിവിലേജുകളാണ്. ദീസ് ആർ അവർ പ്രിവിലേജസ്. നമ്മൾ ഒന്നും ചെയ്യണ്ട, ഇതെല്ലാം നമുക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൻ, തുറക്കപ്പെടും. ഇത് വലിയൊരു ഐ ഓപ്പണറായിരുന്നു എനിക്ക്. പക്ഷേ അന്ന് ഞാൻ ജോലി ചെയ്ത കാലഘട്ടത്തെയും കൂടി പറയാണ്. നമ്മുടെ ജീവിതമല്ലേ, ആ കാലഘട്ടത്തിൽ ഞാൻ സിനിമയും ടി വിയൊക്കെ ധാരാളം കാണുമായിരുന്നു. അങ്ങനെ ലേറ്റായിട്ടേ കിടക്കുള്ളൂ, ലേറ്റായിട്ടേ എണീക്കുള്ളൂ. എനിക്ക് സുഖം, ഉറക്കം വെളുപ്പിനാണ്.
അപ്പോൾ ഭാര്യ പറയും, ദേ കോളേജല്ല, ജോലിക്ക് പോകാൻ സമയം എനിക്ക്. ചായ ഉണ്ടായിക്കൊണ്ടാ, ചായ ഉണ്ടായിക്കൊണ്ടു. ചായയും കുടിച്ചിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഈ സമയമായി എനിക്ക്, ഒരു ചായയും കുടിക്കൊണ്ട, ഒരു ചായയും കുടിക്കൊണ്ടു. എന്നിട്ടും എണിക്കണില്ല. പേപ്പർ വന്നിട്ട് എണിക്കാം. 7 മണിയായപ്പോൾ പേപ്പർ വന്നു. പേപ്പർ നോക്കി. ആദ്യം നോക്കണം എന്താണെന്ന് അറിയാമോ? അന്ന് പേപ്പറിലെ ഏറ്റവും ബാക്കിലെ പേജിൽ ഷെയറിൻ്റെ വില എഴുതിയേക്കണാണ് നോക്കണത്. ഷെയറിൻ്റെ വില, ഒരു ഇച്ചിരി കോളം ഷെയർ എന്തോ ഉണ്ട്. അതാണ് മനുഷ്യൻ്റെ പ്രശ്നം. ആകെ 5-10 ഷെയർ ഉണ്ട്, പക്ഷെ നമ്മൾക്ക് നോട്ടം മുഴുവനും നമ്മുടെ നിധിയാണ്. ഷെയറിൻ്റെ വില കുറഞ്ഞാൽ ആകെ തളർന്നു. ഷെയറിൻ്റെ വില കൂടുതലാണെങ്കിൽ ഒരു ഞാൻ ആലോചിക്കേണ്ട എന്തോ ഒരു അജ്ഞതയായിരുന്നു അത്. എനിക്കങ്ങ് ലജ്ജ തോന്നാണ് ഇന്ന് ആ കാലഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. അങ്ങനെ 7 മണി 7:30 മണിക്ക് എഴുന്നേറ്റ് ഒരു കണക്കിന് എന്ത് ചെയ്യണം, ജോലി ചെയ്യണ്ടേ. പക്ഷെ ഞാൻ ഒരു വചനം എന്നെ സ്പർശിച്ചു. പ്രഭാതത്തിൽ ഉണർന്ന് ജ്ഞാനത്തെ അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടെത്താം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 14-ാമത്തെ വചനമാണ്. ജ്ഞാനം 6-ാം അധ്യായം 14-ാമത്തെ വചനം. പ്രഭാതത്തിൽ ഉണർന്ന്, എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. അവൾ, എല്ലാവരും, അവൾ വാതിക്കൽ തന്നെ കാത്തു നിൽപ്പുണ്ട്. ആരുടെ വാതിക്കൽ? നമ്മുടെ ഹൃദയവാതിക്കൽ. ഇതെനിക്ക് വലിയൊരു പ്രചോദനം തന്നു. മൈ ഗാഡ്, എന്തിനു പറയണോ, ഇപ്പൊ ഞാൻ 3:30-4 മണിക്ക് സ്പ്രിങ് അടിക്കണ മാതിരി എഴുന്നേക്കും. എന്തുകൊണ്ടാണ്? സംബഡി ഈസ് വെയിറ്റിംഗ് ഫോർ മീ. ജ്ഞാനം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എന്നെ കാണാതെ പോയില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സക്സസിൻ്റെ ഏറ്റവും പ്രധാന ഒരു ഘടകമാണ്. ഞാൻ പറയും, ഒരു 10 ദിവസം നിങ്ങളൊരു ട്രയൽ ഡോസ് എടുത്ത് നോക്കുക. ഒരു ട്രയലായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് വെളുപ്പിന് എണിക്കാൻ ബുദ്ധിമുട്ടില്ല. 4 മണിയാകുമ്പോൾ എവിടെയെങ്കിലും പോയിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഒന്നുമില്ലെങ്കിൽ ഒന്ന് ടോയ്ലറ്റിലെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടെ 5 മിനിറ്റ് അങ്ങ് ഇരിക്കും. എന്നിട്ട് ജ്ഞാനം തരണേ, എന്നിൽ വസിക്കുന്ന ജ്ഞാനമേ, എന്നിൽ നിറഞ്ഞൊഴുകണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ, അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ആ വചനം എന്ന് പറഞ്ഞു 1 കൊറിന്ത്യസ് 1-ാം അധ്യായം 30. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്നാണ്. ഈ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറവ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്രോതസ്, ദ ഫോണ്ട്. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാ. ഇപ്പൊ നിങ്ങളിൽ ഒരുപാട് പേര് രോഗി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. വളരെ വലിയ ഒരു ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത്, വളരെ വലിയൊരു ശുശ്രൂഷ. അതിൻ്റെ മഹത്വം പലർക്കും അറിയില്ല. നമ്മളങ്ങനെ ചെയ്തു പോവുകയാണ്. പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരിക്കൽ എറണാകുളത്ത് ഞാൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ധ്യാനത്തിൻ്റെ നോട്ടീസ് ഒരുപാട് സംഘാടകരെല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, കടകളിലൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ധ്യാനത്തിൻ്റെ നോട്ടീസിൽ എഴുതിയിരിക്കുന്ന ശീർഷകം ഇതാണ്. ആ കാലഘട്ടത്തിലെ ധ്യാനത്തിൻ്റെ ശീർഷകം ഇതായിരുന്നു: നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം നടത്തും. ജോഷുവ 3:5. ഇതിങ്ങനെ ടോപ്പിലടിച്ചിട്ടുണ്ട്. പിന്നെ ധ്യാനത്തിൻ്റെ എവിടെയാണ് ധ്യാനം നടത്തുന്നത്, എന്താണ് ഫീസ്, ഇതാണ് ധ്യാനത്തിൻ്റെ സബ്ജക്റ്റ്. ഇതൊക്കെ എറണാകുളം റിന്യൂവൽ സെൻറ്ററിൽ വെച്ചായിരുന്നു ധ്യാനം. ഈ നോട്ടീസ് കൊണ്ട് രാവിലെ ധ്യാനം തുടങ്ങുന്ന സമയത്ത് ഒരാൾ വന്നിരിക്കുകയാണ്. വളരെ തളർന്ന്, ആകെ ഡയാപ്പിലേറ്റഡ്, ഭയങ്കരമായി തകർന്ന ഒരവസ്ഥയിൽ ഒരാൾ വന്നിട്ട് പറയാണ്, ഈ നോട്ടീസ് ഇന്നലെ മെഡിക്കൽ ഷോപ്പിൽ ഞാൻ വിഷം മേടിക്കാൻ ചെന്നപ്പോൾ അവിടെ കിടക്കണ കണ്ടു കിട്ടിയതാണ്. ആത്മഹത്യ ചെയ്യാൻ വിഷം മേടിക്കാൻ ഞാൻ ചെന്നപ്പോൾ
ഈ നോട്ടീസ് അവിടെ കിടക്കണ കണ്ടു. അവിടെ ഈ നോട്ടീസിന്റെ ശീർഷകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നാളെ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും. എനിക്ക് ഒരു പ്രത്യാശയുടെ കിരണം എന്നിൽ വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഇന്ന് മരിക്കണ്ട, ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാകാം. നാളെ അപ്പം പിറ്റേ ദിവസം ധ്യാനം തുറങ്ങണ ദിവസം അവിടെ ഒന്ന് പോയി നോക്കാം, ആ തോമസ് പോളിനെ ഒന്ന് കാണാം, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സഹായം കിട്ടുമോ, ഇല്ലെങ്കിൽ നാളെ മരിക്കാം, ഒരു ദിവസത്തെ കാര്യമല്ലേ. അങ്ങനെ ഒരാൾ വന്നിരുന്നു. എനിക്കത് കണ്ടപ്പോഴേ ധ്യാനം തുടങ്ങണ നേരത്തെ ഇങ്ങനെ ഒരാൾ, എനിക്ക് ധ്യാനം വിജയിച്ചു എന്നറിയില്ലേ, 5 ദിവസത്തെ ധ്യാനം വിജയിച്ചു. ഞാൻ അയാളെ കെട്ടിപ്പിടിച്ചട നീ വാ. എന്നിട്ട് ഞാൻ ഉടനെ സാക്രിസ്റ്റിയിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു ക്വിക്ക് കൗൺസിലിംഗ് കൊടുത്തു. കർത്താവ്, എന്താണ് ഈ മകൻ്റെ, അവനൊന്നും ചോദിച്ചില്ല, അയാളുടെ പ്രശ്നമൊന്നും ഞാൻ ചോദിച്ചില്ല. കർത്താവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവേ, ഇവൻ്റെ ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണ്, ഇവനൊരു ഉത്തരം കൊടുക്കണേ. അപ്പോൾ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ സ്വരം കേൾക്കാം, എനിക്ക് ദൈവസ്വരം. ആ ദൈവസ്വരം എന്നോടിങ്ങനെ പറയുകയാണ്, ഇവൻ്റെ ഭാര്യ കഴിഞ്ഞ 25 വർഷമായി അനേകം രോഗികളെ രക്ഷിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനിവനെ കൈവിടില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മേലൊക്കെ കുളിര് കോരുന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ ഒരു നേഴ്സ് ചെയ്ത എല്ലാം അവിടെ എഴുതി വച്ചിട്ടുണ്ട് കർത്താവ്. അയാളാകെ അന്തം വിട്ടു. അയാളൊന്നും എന്നോട് പറഞ്ഞില്ല അയാളെക്കുറിച്ച്. അയാൾ പറഞ്ഞു, അതെ, എൻ്റെ ഭാര്യ നേഴ്സായിരുന്നു, ഞങ്ങൾ ഇസ്രായേലിൽ ജോലി ചെയ്യായിരുന്നു, ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു, നാട്ടിൽ വന്ന് ഇനി ശേഷകാലം ജീവിക്കാൻ. അപ്പം എന്നിട്ട് എന്തു പറ്റി? എൻ്റെ സാറേ, ആ റിട്ടയർമെൻറ്റും അല്ലെങ്കിൽ ആ ജോലി ചെയ്ത കാശ് മുഴുവനും ചേർത്തൊരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് പറയാതിരിക്കാൻ നല്ലത്, എന്നാലും പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും അങ്ങനെ തുടങ്ങാതിരിക്കാൻ വേണ്ടി 2 ബിസിനസ്സാണ് തുടങ്ങിയത്. ഒന്ന്, വലിയ ഒരു ബാറ് തുടങ്ങി. 2, ഒരു ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. ഇത് രണ്ടും ഒപ്പം തകർന്ന് അതോടൊപ്പം കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളായി. ഇനി ജീവിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ് ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ ഈ കർത്താവിൻ്റെ ഈ സ്വരം ഇയാളെ അത്ഭുതകരമായി ശക്തിപ്പെടുത്തി. അപ്പോൾ അയാൾ ഇന്ന് വളരെ വിജയകരമായിട്ട് ജീവിക്കുന്നു. ഞാൻ നഴ്സിംഗ് ശുശ്രൂഷ ദൈവത്തിന് എത്രത്തോളം പ്രീതികരമാണെന്നുള്ളതിൻ്റെ ഒരു അടയാളമാണത്. ഇറ്റ് ഈസ് എ ഡിവൈൻ കോൾ. നമ്മൾ മദർ തെരേസയുടെ നാമകരണം അല്ലെങ്കിൽ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നതിന് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം മദർ തെരേസയുടെ എന്തായിരുന്നു പ്രധാന രഹസ്യം. ഒരുപാട് കാര്യങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാന ഒരു പോയിന്റ് മദർ പറഞ്ഞിരുന്നത് ഇതാണ്. ഈശോ പറഞ്ഞു, when I was sick, Jesus said, when I was sick, you visited me. He never said that sick man is like me. ആ രോഗി എന്നെ പോലെ ഉള്ള ഒരാളാണെന്നോ എന്നെ പോലെ സഹിക്കുന്ന ഒരാളാണെന്നോ ഞാൻ ആ രോഗിയെ പോലെ ആണെന്നോ ഒന്നും അല്ല ഈശോ പറഞ്ഞത്. എന്താ പറഞ്ഞത്? I am എന്നാ പറഞ്ഞത്. I am the sick. When I was sick. ഇപ്പൊ നോക്കിയ നിങ്ങൾ ഓരോ ദിവസവും അങ്ങനെയുള്ള എത്ര കർത്താവ് ചുമച്ചുകായാണ് ആ ആശുപത്രിയിൽ കാണുന്നത് ഇല്ലേ? അവരെ സ്പർശിക്കുമ്പോഴും അവരെ ഉടുപ്പിക്കുമ്പോഴും അവരെ ആശ്വസിപ്പിക്കുമ്പോഴും നിങ്ങൾ കർത്താവിശോമിശിഹായെയാണ് ആശ്വസിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ വലിയ രഹസ്യം. അത് വലിയൊരു ആശയമാണ്. അത് ഇനി ആർക്കെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് വിളിക്കുകയെല്ലാം ചെയ്യണം.
അത് വലിയൊരു ആശയമാണ്. ഞാൻ മദർ തെരേസ സിസ്റ്റേഴ്സിനെയൊക്കെ കുറേ ധ്യാനിപ്പിച്ചിട്ടുള്ളതാണ്. അവരുടെ ജീവിതത്തിൽ അത് ശരിക്കും കാണാം. ഞാൻ ഒരിക്കൽ റാഞ്ചിയിൽ അവരുടെ പ്രൊവിൻഷ്യലേറ്റിൽ കംപ്ലീറ്റ് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാഞ്ചി പട്ടണത്തിൽ നിന്ന് പോലീസുകാർ ഒരു ട്രിപ്പർ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പുറകുവശത്തിന് തുറന്നിരിക്കുന്ന ഒരു തരം ടെമ്പോ ഉണ്ടല്ലോ, അതിൽ ഒരു കുഷ്ഠരോഗിയെ മേല് മുഴുവനും വ്രണമായിട്ട് പുഴുക്കൾ വരുന്നൊരു കുഷ്ഠരോഗിയെ പോലീസ് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് പോലീസുകാരിങ്ങനെ മൂക്കടച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ആ പട്ടണത്തിൽ ചിലവരിങ്ങനെ ഇത്തിരി വെളിവിലാണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരാൾക്ക് മദ്യം മേടിച്ചു കൊടുത്ത് കുടിപ്പിച്ചുകൊണ്ട് അവനെ ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അവൻ ഇതിൻ്റെ മീതെ കയറിയിട്ട് ഈ ആളെ വലിച്ചു കിട്ടും. എന്നിട്ട് അവർ വണ്ടി കൊണ്ട് ഓടിക്കളഞ്ഞു. എന്നാൽ ഈ മദർ തെരേസ സിസ്റ്റേഴ്സ് ആ ആളെ ശരിക്കും കർത്താവിശിഹായെ കയ്യിലെടുക്കുന്ന പോലെ അങ്ങ് കയ്യിലെടുക്കുന്നതാണ്. അവരെ സംബന്ധിച്ച് ഇത് കർത്താവാണ്. അപ്പോ ഈ രോഗി ശുശ്രൂഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ക്രിസ്ത്യാനികളായ നമ്മളെ ഒരുപാട് പേരെ ആ ശുശ്രൂഷയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് അതുപോലെയുള്ള ഒരു ദൈവീകതയുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലാക്കുക. ആ ദൈവീകതയെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനവും കൂടി ചേർക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും സഭയ്ക്കും എല്ലാം വലിയ ഒരു മുതൽക്കൂട്ടാവുന്നത്. അത് എളുപ്പമല്ല, ഒരുപാട് കഷ്ടതകളുണ്ട്. ചിലവർ തുടർച്ചയായിട്ടുള്ള നൈറ്റ് ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് കഷ്ടം, കുട്ടികളെ നോക്കണം, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അതിനു വേണ്ടി സഹിക്കുന്നത്. ഇതെല്ലാം ഞാൻ വളരെ പോസിറ്റീവായിട്ടും നമ്മളെല്ലാം പോസിറ്റീവായിട്ട് തന്നെ കാണുകയും അത് ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നതെന്നും വിശ്വസിക്കണം. ഓക്കെ, അപ്പോൾ ഇനി ജ്ഞാനത്തിൻ്റെ പ്രത്യേകതയാണ് വെളുപ്പിന്. അപ്പോൾ നിങ്ങൾ നഴ്സസ് രാത്രിയിലൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കണം. ജ്ഞാനത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ്. അത് ഞാനിങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നത്, പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരു വലിയ പ്രചോദനം കിട്ടില്ല. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6, 7, 8, 9 ഈ 4 അധ്യായങ്ങൾ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട്, ഓ കർത്താവേ, ആ ജ്ഞാനം എനിക്ക് നൽകണേ, അല്ലെങ്കിൽ ആ ജ്ഞാനം എനിക്ക് നൽകിയിരിക്കുന്നത് എന്നിൽ അഭിഷേകമാക്കണമേ. ഇതിൻ്റെ രഹസ്യം പഴയ നിയമത്തിൽ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ സോളമൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അതിനേക്കാൾ വലിയ അവസ്ഥയിലാണ് നമ്മൾ. പുതിയ നിയമത്തിൽ ഈശോ പറയുകയാണ്, സോളമനേക്കാൾ വലിയവൻ ഇതാ ഇവിടെ. ആരാണ് സോളമനേക്കാൾ വലിയവൻ? കർത്താവ് ഈശോ മിശിഹാ. അത് പറയുമ്പോൾ ഈശോ ഇത്തിരി പ്രയാസത്തോടെ പറയണേ. പക്ഷെ ആരും സോളമന്റെ ജ്ഞാനം തേടി ജ്ഞാനം കാണാൻ ദക്ഷിണദേശത്തെ രാജ്ഞി ഇത്ര ദൂരദേശത്ത് നിന്ന് വന്നു. അവൾ അന്ത്യദിനത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഈ തലമുറയെ കുറ്റപ്പെടുത്തും. എന്തെന്നാ കുറ്റപ്പെടുത്താൻ പോണേ? ഇതാ സോളമനേക്കാൾ വലിയവൻ ഈ ജ്ഞാനവുമായിട്ട് വന്നിട്ട് നിങ്ങൾ ആ ജ്ഞാനം സ്വീകരിച്ചില്ല. ഇതിപ്പോൾ അധികവും ഇസ്രായേൽക്കാരെ കുറിച്ചാണ് പറയുന്നത്, നമ്മളെക്കുറിച്ചല്ല കേട്ടോ. നമ്മളാരാണ്? നമ്മൾ ആ യേശുവിനെ സ്വീകരിച്ചവരും ആ യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിലൂടെ സകല ജ്ഞാനവും ഉള്ളിൽ ലഭിച്ചവരുമാണ്. പക്ഷെ ഇനി നമ്മൾക്ക് വേണ്ടത് അത് തുറക്കണം. അത് തുറക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ പോകുന്ന പ്രകാശം, അതിനാണ് പണ്ടൊക്കെ നമ്മൾ പാടാറുണ്ട്, വെളിച്ചം തരേണമേ
വെളിച്ചം തരണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരണമേ. ഒന്ന് പാടി, ഒന്ന് പ്രാർത്ഥനയായിട്ട് പാടി. വെളിച്ചം തരണമേ, വെളിച്ചം തരണമേ, നിത്യമാം പ്രകാശമേ, വെളിച്ചം തരണം. അന്യരിൽ നന്മ കാണാൻ, അതു കണ്ടാനന്ദിക്കാൻ, എന്നക കാമ്പിലങ്ങ് വെളിച്ചം തരണമേ. അന്യരിൽ നന്മ കാണാൻ, അതു കണ്ടാനന്ദിക്കാൻ, എന്നക കാമ്പിലങ്ങ് വെളിച്ചം. ഈ വെളിച്ചം എന്ന് ബൈബിളിൽ ഉടനീളം പറയുന്ന ആ വെളിച്ചം എന്താ? തുടങ്ങിയപ്പോഴേ തന്നെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചമുണ്ടായി. എന്താണ് ആ വെളിച്ചം? അതിങ്ങനത്തെ ഒരു ട്യൂബ് ലൈറ്റ് ആയിരുന്നോ? അത് സൂര്യപ്രകാശമായിരുന്നോ? സൂര്യനെ പിന്നെയാണ് സൃഷ്ടിച്ചത്, ഇല്ലേ? അത് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം സൂര്യനെ സൃഷ്ടിച്ചു, ചന്ദ്രനെ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. എക്സ്റേ ഒരു വെളിച്ചമാണല്ലോ, ഇല്ലേ? പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എന്നാൽ കാണാൻ പറ്റുന്ന എല്ലാ വെളിച്ചത്തെക്കാളും പ്രകാശമുള്ളതാണ് എക്സ്റേ എന്ന് നമുക്കറിയാം, ഇല്ലേ? അത് നമ്മുടെ അസ്ഥികളിൽ തുളച്ചു കയറി അതിൽ നേരിയ ഒരു പൊട്ടുള്ളത് വരെ കാണിച്ചു തരുന്ന വെളിച്ചം. അപ്പോ കാണാൻ പറ്റാത്ത വെളിച്ചങ്ങളുണ്ട്. എന്ന പോലെ ആത്മീയ വെളിച്ചമാണത്. അത് ജ്ഞാനം തന്നെയാണ്. അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെല്ലാം പറയുന്നത്, സങ്കീർത്തനത്തിലും പറയുന്നുണ്ട്, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ ജ്ഞാനമാണ് ദൈവത്തോടൊപ്പം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. അങ്ങയുടെ സൃഷ്ടിയിൽ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന ആ ജ്ഞാനത്തെ എനിക്ക് തരണമേ എന്ന്, ഇല്ലേ? അങ്ങ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന ജ്ഞാനം. പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു, അല്ലെങ്കിൽ പല സ്ഥലത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവമായിരുന്നു, ആ വചനം മനുഷ്യരുടെ പ്രകാശമായിരുന്നു. എന്താണ് ആ പ്രകാശം? ബൈബിള്. ഓക്കെ, ഒരു ബൈബിളൊന്ന് തന്നെ. ഗിവ് മി ദാറ്റ്. ഈ നമ്മുടെ സീറോ മലബാർ അല്ലെങ്കിൽ മലങ്കര സഭ പോലെയാണ് ബൈസെന്റൈൻ എന്ന ഒരു കിഴക്കൻ സഭ, അല്ലെങ്കിൽ ഒരു ഓറിയന്റൽ സഭയുണ്ട്. ആ സഭയിൽ വിശുദ്ധ ഗ്രന്ഥം അഥവാ സുവിശേഷം വായിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ വൈദികൻ സുവിശേഷം ഉയർത്തിപ്പിടിച്ച് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന സമയത്ത് അവരാദ്യം പറയുന്നത് ഇങ്ങനെയാണ്. സുവിശേഷം ഉയർത്തിപ്പിടിച്ചിട്ട് വൈദികൻ പറയും, വിസ്ഡം ബി അറ്റൻറ്റീവ്. ഒന്നുകൂടി പറയാണ്, വിസ്ഡം ബി അറ്റൻറ്റീവ്. ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. എന്നിട്ട് ഞാനത് പലപ്പോഴും അനുഭവമാക്കിയിട്ടുണ്ട്. അത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു സ്വർണ്ണനൂലിങ്ങനെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ്. ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെയാണ്. അത് ഇരുളിൽ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് തരത്തിലുള്ള പ്രകാശമാണത്? അപ്പൊ എന്ത് തരത്തിലുള്ള ഇരുളാണ് അവിടെ ഉണ്ടായിരുന്നത്?
മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്. മത്തായി 4:16 ഇതാ വെച്ചോളൂ, യു ക്യാൻ യൂസ് ഇറ്റ്. മത്തായി 4:16 പറയുന്നത്, അന്ധകാരത്തിൽ ഇരുളിൻ്റെ താഴ്വരയിലും കഴിഞ്ഞിരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. നമ്മൾ വായിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ. എന്തായിരുന്നു ആ ഇരുൾ? എന്തായിരുന്നു അന്ധകാരം? എന്തായിരുന്നു പ്രകാശം? പ്രകാശം കർത്താവിൻ്റെ മനുഷ്യാവതാരമാണ്, ദൈവത്തിൻ്റെ ആഗമനമാണ്. എന്നാൽ ഇരുളോ, ആ ദൈവത്തിൻ്റെ ആഗമനത്തിലൂടെ വന്ന ജ്ഞാനമാണ് പ്രകാശം. എന്നാൽ ഇരുളോ, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ഇരുൾ. ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇരുൾ. ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമില്ലായ്മയാണ് ഇരുൾ. വാസ്തവത്തിൽ ഉത്ഭവപാപം, ആദ്യ പാപം എന്താ? ആദവും ഹവ്വയും ചെയ്ത പാപം എന്താണ്? ആരെങ്കിലും ഒന്ന് പറയാമോ? എന്താണ് അവർ ചെയ്ത പാപം? പറഞ്ഞു. ഓക്കെ, നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ഇപ്പോൾ എല്ലാം. അല്ല, എന്താ ഈ പറഞ്ഞ മാതിരി അവർ ചെയ്തത്? അതത്ര എളുപ്പം പറയാൻ പറ്റിയതാവില്ലായിരിക്കും. പ്രധാനമായ ഒരു ഘടകം എന്താണ് അവരോട് ഈശോ പറഞ്ഞത്, ദൈവം പറഞ്ഞത്? നിങ്ങൾ അറിവിൻ്റെ, നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്. ബാക്കി തോട്ടത്തിലെ എല്ലാം നിങ്ങൾ ഭക്ഷിക്കാം. തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾ ഭക്ഷിക്കാം, ഒരു വൃക്ഷത്തിൻ്റെ മാത്രം ഭക്ഷിക്കരുത്. ഏതാണത്? നന്മ തിന്മകളുടെ അറിവ്. എന്താ ഭക്ഷിച്ചാൽ കൂടുതൽ അറിവ് കിട്ടൂലേ? അല്ല, ഉള്ള അറിവ് പോകും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നന്മ തിന്മകളുടെ അറിവ് എന്നത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു ഫാക്കൽറ്റിയാണത്. അത് മനുഷ്യന് കൊടുത്തിട്ടില്ല. എന്നാൽ മനുഷ്യരെങ്ങനെ നന്മ തിന്മ തിരിച്ചറിയും? നന്മ തിന്മ തിരിച്ചറിയുന്നത് മനുഷ്യ ജീവിതം ദൈവവുമായിട്ടുള്ള ഒരു സബ്മിഷനിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ദൈവം അനുനിമിഷം അവനെ നയിക്കുന്നതിലൂടെ അവൻ നന്മ തിന്മ തിരിച്ചറിയും. അവന് സ്വയം അത് തിരിച്ചറിയാൻ സാധ്യമല്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനൊരു ഉദാഹരണം പറയുന്നത് ഇങ്ങനെയായിരുന്നു. ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സും കൂടി മന്ത്രിമാരും കൂടി തീരുമാനിക്കുകയാണ്, ഈ രാജ്യത്തെ സകല യഹൂദരെയും കൊന്നുകളയാം. അവരെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമാണ് അവരെടുത്തതെന്നാ. ഫോർ ദം ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. പക്ഷേ ഇത് ആരോട് ചോദിച്ചിട്ട് എടുത്തേ? അപ്പോൾ നന്മ തിന്മകളുടെ യഥാർത്ഥ അറിവിലാണോ ആ തീരുമാനം എടുത്തത്? അല്ല. അപ്പൊ ഇത് തന്നെയാണ് ഇന്നും മനുഷ്യവംശത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ ഉണ്ടായിരുന്ന പ്രധാന അജ്ഞതയിലൊന്ന്, പിശാച് ആദത്തിനോട് പറഞ്ഞു, ആദവും ഹവ്വയോടും പറഞ്ഞു, നിങ്ങൾ ഇത് ഭക്ഷിക്കുകയാണെങ്കിൽ ദൈവത്തെ പോലെ ആകും. ഇത് പെട്ടെന്ന് പറയാവുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഞാനൊരു സൂചന തരികയാണ്. കാരണം ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊരു ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടി. പിശാച് അവരോട് എന്ത് പറയുന്നറിയാമോ? അതാണ് നുണയൻ എന്ന് പറയും. പിശാച് ആരംഭം മുതലേ നുണയനാണെന്ന് പറയണതിൻ്റെ അർത്ഥം അതാണ്. പിശാച് പറഞ്ഞു, ഇത് ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അവിടെ എന്താണ് അവർക്ക് പറ്റിയ ചതി? അവരെ ചതിച്ചു. അവരുടെ അജ്ഞതയെ അവൻ മുതൽകൂട്ടി എടുത്തു. അവരുടെ അജ്ഞത എന്തായിരുന്നു? അവർ ദൈവത്തെ പോലെ ആയിരുന്നു എന്നത് അവർ മനസ്സിലാക്കിയിരുന്നില്ല.
ദൈവം അവരെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ഛായയിലും അല്ലേ സൃഷ്ടിച്ചത്. ദൈവത്തെ പോലെ ആയിരുന്നു അവർ ദൈവത്തെ പോലെ ആയിരുന്നു. അവർ ദൈവത്തെ പോലെ ആയിരുന്നു എങ്കിലും അവർ അതിൽ അജ്ഞരായിരുന്നത് കൊണ്ട് പിശാച് പറഞ്ഞത് വിശ്വസിച്ചു. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഇത് തന്നെയാണ് ഇന്നും നമ്മുടെയും, സോറി ടു സേ, ഇന്നും നമ്മളുടെ അജ്ഞത ഇതാണ്. നമ്മൾ ആരാണ് ഇപ്പൊ നമ്മൾ ആരാണ്? ഇപ്പൊ നമ്മൾ ദൈവത്തെ പോലെയാണ്. നമ്മളിപ്പോ വിളക്ക് കാണിച്ചെന്നില്ല, തിരി കത്തിച്ച്. നമ്മൾ മറ്റൊരു ക്രിസ്തുവാണ്, നമ്മൾ ദൈവ മക്കളാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് ആ അവബോധം പൂർണ്ണമായിട്ട് വരുന്നുണ്ടോ? വരുന്നില്ല. എങ്കിൽ അതിൻ്റെ കാരണം നമ്മളിൽ ഇപ്പോഴും ഒരു തരത്തിലുള്ള ഒരു അജ്ഞത ഉണ്ട്, ഒരു ജ്ഞാനമില്ലായ്മ. അതുകൊണ്ടാണ് നമുക്ക് ജ്ഞാനസ്നാനം നൽകിയിരിക്കുന്നതിലൂടെ ഈ ജ്ഞാനം നമ്മളിൽ തുറക്കണം. അതൊരു പ്രാവശ്യം തുറക്കുകയല്ല, എന്നും തുറക്കണം. ഓരോ ജീവിത സ്റ്റേജിലും തുറക്കണം. ഇപ്പോ വിവാഹ ജീവിതത്തിന് വേണ്ട ഒരു ജ്ഞാനം ഉണ്ട്, ഇല്ലേ? ആ ജ്ഞാനം 5 വയസ്സാകുമ്പോൾ തുറക്കേണ്ട ആവശ്യമുണ്ടോ? 10 വയസ്സാകുമ്പോൾ തുറക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു 15 വയസ്സാകുമ്പോഴേക്കും സാവധാനം അതിനൊന്ന് തുറക്കാൻ തുടങ്ങും. അങ്ങനെ പ്രായപൂർത്തിയാകുമ്പോഴേക്കും അത് തുറന്നു. പക്ഷേ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റേജിലും ആവശ്യമുള്ള ദൈവിക ജ്ഞാനം, ഇറ്റ് ഈസ് പ്രോഗ്രാംഡ്. അത് ഇന്ന കാലഘട്ടത്തിൽ തുറക്കാൻ വേണ്ടി പ്രോഗ്രാം ചെയ്തിട്ടുള്ള പോലെയാണത്. ഇപ്പോ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അവരെല്ലാം പള്ളിയിൽ കൊണ്ടുവന്ന് ഇവിടെ അച്ഛൻ ഈശോയെ ഉയർത്തുന്ന സമയത്ത്